ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് മാസമായിട്ടോ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. വേറെ ഒന്നുമല്ല, ഞാൻ ചെറിയൊരു വർക്കിലായിരുന്നു. അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇനിയോ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ മുടിയെ കുറിച്ചിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ, വേറെ എന്തെങ്കിലും വീഡിയോസ് ഇങ്ങനെ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഒരു ബോണറ്റ് ക്യാപ്പിനെ കുറിച്ചിട്ടാണ്. ഇത് നമ്മൾ മുടി ഇങ്ങനെ ഉള്ളിലാക്കി വെക്കുന്ന, കിടന്നുറങ്ങുന്ന നേരത്തൊക്കെ ഈ ഒരു ടൈപ്പിലാണ് മുടി ആക്കി വെക്കാം. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു വെക്കാവുന്നതാണ്. ഓക്കെ, മുടി ഫുള്ളായിട്ട് കയറുന്നില്ലല്ലോ. ഇങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ ഒരു ഗ്യാപ്പ് ഇടുന്നതിന് മുന്നേ എന്ത് ചെയ്യാം, ഇതുപോലത്തെ ഒരു ബണ്ണ് കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് മുടി ഇങ്ങനെ കെട്ടി വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന ഒരു 6 ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. ഒന്നാമതായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നുണ്ടല്ലോ, മുടി ഇങ്ങനെ ഒരു പകുതിക്കുന്നൊക്കെ പൊട്ടിപ്പോകുന്ന ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അത് ഈ ഒരു ബോണറ്റ് ക്യാപ്പ് ഉപയോഗിക്കുന്നതോടുകൂടി, ഈ ഒരു തൊപ്പി ഉപയോഗിക്കുന്നതോടുകൂടി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും കേട്ടോ. രണ്ടാമതായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹെയർ സ്റ്റൈലുകൾ. എൻ്റെ സ്റ്റൈൽ ഇപ്പോൾ എന്ന് വെച്ചാൽ, എൻ്റെ ഇങ്ങനെ ഒരു റിംഗ് ടൈപ്പായിട്ട് കൊണ്ട് നടക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഹെയർ സ്റ്റൈൽ. സോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കീപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഹെയർ സ്റ്റൈലുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഹെയർ സ്റ്റൈൽ നമുക്ക് സംരക്ഷിച്ച് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മൂന്നാമതായിട്ടുള്ളത് ഈർപ്പം. നമ്മുടെ മുടിയിലുള്ള കുറച്ചൊക്കെ ഒരു ഈർപ്പം ഉണ്ടാവും നമ്മുടെ മുടിയിൽ. അത് നമുക്ക് ഈ ഒരു ബോണറ്റ് ഹെയർ കിടക്കുന്ന സമയത്ത്, അതുപോലെ ബെഡിൽ കിടക്കുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ഈർപ്പം നിലനിർത്താൻ സാധിക്കും. ഓക്കെ. അതുപോലെ തന്നെ നാലാമതായിട്ടുള്ളത് ഫ്രിസി ടൈപ്പ്. ചില ആളുകൾ എന്നോട് പറയുന്നത് കാണാം, ഇങ്ങനെ സെൻറ്റർ ഭാഗത്തൊക്കെയാണ് ഫ്രിസി ടൈപ്പ് ആവുന്നത്, ഈർപ്പം പോയിട്ടൊക്കെ ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഒരു ഇതുണ്ട് എന്നുള്ളത്. അതൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഫുള്ളായിട്ടൊന്നും കുറയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അഞ്ചാമതായിട്ടുള്ളത്, നമ്മൾ വീടിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ, ഇന്നിപ്പോൾ സിറ്റിയിലൊക്കെ താമസിക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗത്തുള്ള പൊടി പടലങ്ങൾ നമുക്ക് മുടിയിലാവാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ഈ പൊടി പടലങ്ങൾ ഇല്ലാതെ വെക്കുമ്പോൾ തന്നെ മുടിയിൽ ഓൾമോസ്റ്റ് നമുക്ക് ഒരു സോഫ്റ്റായിട്ടും സ്മൂത്തായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും കേട്ടോ. പിന്നെ ആറാമതായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തലയോട്ടിയിലുള്ള ആരോഗ്യം, തലയോട്ടിയുടെ പ്രൊട്ടക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിലനിർത്താൻ സാധിക്കും. ഈ ഡാൻഡ്രഫ് ഒക്കെ വരുന്നത് തടയാൻ നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു ബോണറ്റ്, ഈ ഒരു തൊപ്പി ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഈ ഒരു തൊപ്പി യൂസ്ഫുൾ ആകുന്നത് ആർക്കാന്ന് വെച്ചാൽ, ഇതുപോലെ ചുരുണ്ട മുടിയുള്ളവർക്ക്, അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഈ മുടഞ്ഞ് വെക്കുന്ന ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, ആ ഒരു ഹെയർ സ്റ്റൈൽ ഉള്ളവർക്കൊക്കെ ഇതെന്ത് ചെയ്യാൻ പറ്റും, യൂസ്ഫുൾ ആകുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ, ആമസോണിലൊക്കെ നിങ്ങൾക്ക് ബോണറ്റ് BONNET ബോണറ്റ് ഗ്യാപ്പ് എന്ന് CAP എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ചെറിയ പ്രൈസേ ഉള്ളൂ. നിങ്ങളതൊന്ന് വാങ്ങിച്ചിട്ട് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.